ഹലോ, നമ്മളിന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇമോഷണലായ എനിമി മൂവീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മിക്ക എനിമി മൂവീസുകളും ഇമോഷണൽ നിറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ ആയി നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ എനിമി മൂവിയാണ് ഫ്രം അപ്പ് ഓൺ പോപ്പി ഹിൽ. ഗോറോ മിയാസാക്കിയാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. ഇതൊരു ഫാമിലി റൊമാൻസ് മൂവിയാണ്. 2011 ഇത് റിലീസായത്. ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ 1 മണിക്കൂറും 31 മിനിറ്റുമാണ്. Then maybe you won't need to raise those flags anymore. Umi, come see this. What is it? അടുത്ത മൂവിയാണ് ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. ഇത് ഡയറക്റ്റ് ചെയ്തതാണെങ്കിൽ ഇസാവോ തക്കഹാട്ടയാണ്. ഇതാണെങ്കിൽ ഒരു ഹിസ്റ്ററി വാർ ആക്ഷൻ മൂവിയാണ്. ഇത് റിലീസായതാണെങ്കിൽ 1988. ഇതിനാണെങ്കിൽ 1 മണിക്കൂറും 29 മിനിറ്റുമാണ് ലെങ്ത് ഉള്ളത്. അടുത്ത മൂവിയാണ് ദ വിൻഡ് റൈസേഴ്സ്. ഹയാओ മിയാസാക്കിയാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. ഇതൊരു വാർ ഫാമിലി മൂവിയാണ്. 2013 ഇത് റിലീസായത്. ഇതിനാണെങ്കിൽ 2 മണിക്കൂറും 6 മിനിറ്റുമാണ് ഇതിന് ലെങ്ത് വരുന്നത്. അടുത്തതാണ് മക്കോട്ടോ ഷിൻകൈൻ്റെ വെതറിംഗ് വിത്ത് യു. 2019 ഇത് റിലീസാവുന്നത്. ഇതൊരു ഫാൻറ്റസി റൊമാൻസ് മൂവിയാണ്. ഇതിന് ലെങ്ത് നോക്കുകയാണെങ്കിൽ 1 മണിക്കൂറും 54 മിനിറ്റുമാണ്. Reason to live. I'm really glad I met you. അടുത്ത മൂവിയാണ് 2016 റിലീസായ യുവർ നെയിം. 1 മണിക്കൂറും 47 മിനിറ്റുമാണ് ഇതിൻ്റെ ലെങ്ത്. ഇത് ഡയറക്റ്റ് ചെയ്തു മക്കോട്ടോ ഷിൻകൈ ആണ്. There's one thing I'm sorry. you are in the world, I swear that അടുത്ത മൂവിയാണ് ഷുസൂമെ. 2022 റിലീസ് ചെയ്ത ഈ മൂവി ഡയറക്റ്റ് ചെയ്തതും മക്കോട്ടോ ഷിൻകൈ തന്നെയാണ്. ആക്ഷൻ അഡ്വഞ്ചറിൽ വന്ന ഈ മൂവിക്ക് 2 മണിക്കൂറാണ് ലെങ്ത് ഉള്ളത്. അടുത്ത മൂവിയാണ് എ സൈലന്റ് വോയിസ്. ഇതൊരു റൊമാൻസ് ഡ്രാമ മൂവിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തതാണെങ്കിൽ നവോക്കോ എമാഡയാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. ഇതിനാണെങ്കിൽ 2 മണിക്കൂർ 10 മിനിറ്റുമാണ് ലെങ്ത് ഉള്ളത്. അടുത്ത മൂവിയാണ് ഹോട്ടോമോറി നോ മോറി. 2011 റിലീസായ മൂവി ഡയറക്റ്റ് ചെയ്ത് മക്കോട്ടോ ഒഷിമോറിയാണ്. ഇതിൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ വെറും 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതൊരു പാർട്ട് 1 വീഡിയോ മാത്രം കാണുക. അതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2 ആയി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ.